വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഏർലി പ്രഗ്നൻസിയിൽ അനുഭവപ്പെടുന്ന കുറച്ച് സിംറ്റംസിനെ പറ്റിയിട്ടാണ്. ഈ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ പോലും കാലതാമസം എടുക്കാതെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ പോയി കാണണം. അപ്പോൾ അത്തരത്തിലുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വജൈനൽ ബ്ലീഡിങ്. മൈൽഡ് ആയിട്ടുള്ള ബ്ലീഡിങ് നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് സാധാരണമാണ്, പ്രഗ്നൻസിയുടെ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ. കാരണം ഇംപ്ലാന്റേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലരുടെ ഈ ഒരു ബ്ലീഡിങ് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജും നിങ്ങൾക്ക് ആ സമയത്ത് അനുഭവപ്പെടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതല്ലാതെ വജൈനൽ ബ്ലീഡിങ് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അത് ചിലപ്പോൾ മിസ്കാരേജിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ടോ ഇത്തരത്തിലുള്ള വജൈനൽ ബ്ലീഡിങ് നിങ്ങൾക്ക് അനുഭവപ്പെടാം. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ചാർജ് മാത്രമല്ല, വജൈനൽ ബ്ലീഡിംഗ് ആയിരിക്കും. അതായത് യോനിയിൽ നിന്ന് വരുന്ന രക്തസ്രാവം. നമുക്ക് പീരീഡിൻ്റെ ഫ്ലോ അനുഭവപ്പെടുന്നത് പോലെയുള്ള രക്തസ്രാവമായിരിക്കും ഇതിനും അനുഭവപ്പെടുന്നത്. ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിൽ, അതായത് കുഞ്ഞ് ട്യൂബിലാണ് വളരുന്നതെങ്കിൽ, അതല്ലെങ്കിൽ മിസ്കാരേജ് ഉണ്ടാവുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഈ വജൈനൽ ബ്ലീഡിംഗ് അനുഭവപ്പെടുന്നത്. ഈ ലക്ഷണങ്ങൾ നിങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളൊരു ഡോക്ടറെ പോയി കാണണം. കാരണം ഇതിന് കാലതാമസം നേരിടുന്നത് നിങ്ങളുടെ ജീവനും കുഞ്ഞിൻ്റെ ജീവനും ഒരുപാട് ആപത്ത് സൃഷ്ടിക്കും. എസ്പെഷ്യലി മിസ്കാരേജ് ഒക്കെ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവനിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കും. അപ്പോൾ അതുണ്ടാവാതിരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ പോയി കാണണം. ഓക്കെ, രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് വോമിറ്റിംഗ് ആണ്. വോമിറ്റിംഗ് എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു സ്ത്രീ ഒരു ദിവസം വോമിറ്റ് ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടാവും. നമ്മൾ ഒരുപാട് തവണ, ഒരു 10-12 തവണയിൽ കൂടുതൽ നമ്മൾ വോമിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നും ജലം പുറത്തേക്ക് പോകും. അങ്ങനെ ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലി വീക്കായി പോവുകയും നിങ്ങൾക്ക് മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ വോമിറ്റിംഗ് നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവുക, ഡ്രിപ്പിട്ട് നിങ്ങളുടെ ആ ശരീരത്തിലേക്ക് തിരിച്ച് ആ ഗ്ലൂക്കോസ് നമ്മൾ കയറ്റുമ്പോഴാണ് നിങ്ങളുടെ ശരീരം പഴയ പോലെ ഫിറ്റ് ആവുന്നത്. ഒട്ടുമിക്ക ആളുകളും പ്രഗ്നൻസിയുടെ സമയത്ത് ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്. കാരണം നിങ്ങൾക്ക് വോമിറ്റിംഗ് കൂടുതലായിട്ട് അനുഭവപ്പെടുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡ്രിപ്പ് ഇടുക എന്നുള്ളത്. അതപ്പോൾ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾ കൂടുതലായിട്ട് വോമിറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയി കണ്ട് നിങ്ങൾ ഡ്രിപ്പ് ഇടണം. കാരണം ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരത്തിൽ വേണ്ടുന്ന വെള്ളം കിട്ടാതെ വരും. അത് കുഞ്ഞിനും മോശകരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ഈ വോമിറ്റിംഗ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക. ദെൻ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഫീവറാണ്, അതായത് പനി. നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറച്ച് നേരം മാത്രം ചെറു ചൂട്, അതായത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉള്ള താപനിലയെ അപേക്ഷിച്ച് കുറച്ച് ചൂട് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചുക്കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ അത് മാത്രമല്ല, നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ടെമ്പറേച്ചർ ഒന്ന് ശ്രദ്ധിക്കുക. 100 ഡിഗ്രി കഴിഞ്ഞ് നിങ്ങളുടെ ടെമ്പറേച്ചർ പോകുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫീവറാണ്. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡോളോയോ പാരസെറ്റാമോളോ കഴിക്കുകയല്ല വേണ്ടത്. മറിച്ച് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് എടുക്കണം. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഫീവർ കൂടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡോക്ടറെ കാണുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇതിൻ്റെ അടുത്തൊരു പ്രോസസ്സ് എന്നോണമായിരിക്കണം നിങ്ങൾ ഹോം റെമഡീസ് എടുക്കുന്നത്. കാരണം ഫീവർ കൂടിപ്പോയി കഴിഞ്ഞാൽ അതൊരു കുഞ്ഞിനെ വളരെ മോശമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ഫീവർ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക. ഓക്കെ, നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് വജൈനൽ ഡിസ്ചാർജ് ആൻഡ് ഇച്ചിങ്. വജൈനൽ ഡിസ്ചാർജ് നിങ്ങൾക്ക് പ്രഗ്നൻസി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഇത് പ്രഗ്നൻസിയുടെ ഏർലി പ്രഗ്നൻസിയിൽ എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള, ചിലപ്പോൾ വൈറ്റ് കളർ ആയിരിക്കും, ചിലപ്പോൾ എഗ് വൈറ്റ് ആയിരിക്കും, ഇങ്ങനെയുള്ള ടെക്സ്ചറിലുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ ഓരോ മാസങ്ങൾ കടന്നു പോകുന്തോറും ആ ഡിസ്ചാർജ് കുറച്ച് തിക്കായി വരികയും ഡെലിവറി ഡേറ്റിലോട്ട് അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഡിസ്ചാർജ് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വജൈനൽ ഡിസ്ചാർജ് അനുഭവപ്പെടുന്നത് സാധാരണയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ വജൈനൽ ഡിസ്ചാർജിൻ്റെ കൂടെ നിങ്ങൾക്ക് ചൊറിച്ചിലും കൂടി അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മോശമായിട്ടുള്ളൊരു സ്മെല്ലും കൂടി അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ട് എന്നാണ്. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് നിങ്ങളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്രസിലോട്ടും വ്യാപിക്കാനും കുഞ്ഞിൻ്റെ ജീവന് ആപത്താകാനായിട്ടും കാരണം ഉണ്ടാക്കും.
അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജ്, ഫോൾ സ്മെല്ല്, അതായത് ചീത്ത സ്മെല്ലോട് കൂടിയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് വിത്ത് ഇച്ചിങ്, ചൊറിച്ചിലോട് കൂടി നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയി കാണണം. നിങ്ങളുടെ ഏർലി സ്റ്റേജിൽ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ഏത് സ്റ്റേജിൽ നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ പോയി കാണണം കേട്ടോ. ദെൻ അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട്. യൂറിൻ പാസ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് പുകച്ചിൽ അനുഭവപ്പെടാം, അല്ലെങ്കിൽ ഭയങ്കര പെയിൻ അനുഭവപ്പെടാം. യൂറിനറി ഇൻഫെക്ഷനൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇപ്പോൾ ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നതെങ്കിൽ അത് പ്രിമച്യൂർ ആയിട്ടുള്ള പ്രീ ടേം ലേബർ ഉണ്ടാക്കാനായിട്ടുള്ള കാരണമാകും. അതായത് നിങ്ങളുടെ ഡെലിവറി എളുപ്പത്തിൽ നടക്കും. ചിലപ്പോൾ അത് സി സെക്ഷൻ ആകാനും ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ പെയിനോ അതല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷനോ ഉണ്ടെങ്കിൽ, പുകച്ചിലുണ്ടെങ്കിൽ, ഈ പുകച്ചിലൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡോക്ടറെ പോയി കാണണം, യൂറിൻ ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കണം. നിങ്ങൾ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ 8 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് പറയില്ലേ, പ്രഗ്നൻസിയുടെ സമയത്ത് അതൊരു 10 ഗ്ലാസ്സെങ്കിലും കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. 3-4 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. കൂടുതൽ വോമിറ്റിംഗ് അനുഭവപ്പെടുന്നവരെ, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര വോമിറ്റിംഗ് ഇല്ലെങ്കിലും പ്രഗ്നൻസിയുടെ സ്റ്റേജിൽ നിങ്ങൾ വോമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി തന്നെ ഒരുപാട് വെള്ളം കുടിക്കണം. കാരണം ഈ വോമിറ്റ് ചെയ്യുന്ന ഓരോ സമയത്തും നിങ്ങളുടെ ഡീഹൈഡ്രേഷനാണ് ഉണ്ടാവുന്നത്. ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ കരിക്കം വെള്ളമായിട്ടോ അല്ലെങ്കിൽ നാരങ്ങ ജ്യൂസായിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രീതിക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് വെള്ളം എത്തിക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും ശരീരത്തിൽ വെള്ളം ഇല്ലെങ്കിൽ അനുഭവപ്പെടും കേട്ടോ. അപ്പോൾ ഇത്രയും സിംറ്റംസ്, ഈ 5 ലക്ഷണങ്ങൾ നിങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എളുപ്പം തന്നെ ഒരു ഡോക്ടറെ പോയി കാണണം. അതുപോലെ തന്നെ ഇത് കൂടാതെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എളുപ്പം തന്നെ ഒരു ഡോക്ടറെ കാണണം. അത് നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊന്നും ഗുളിക വാങ്ങിച്ച് കഴിക്കരുത്. നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മൈൽഡ് ഡോസുള്ള മെഡിസിൻ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. കൂടുതൽ ഡോസിലുള്ള മെഡിസിൻസ് നിങ്ങളുടെ ശരീരം ഈ സമയത്ത് താങ്ങില്ല. ഈ സമയത്ത് ശരീരത്തിന് അത് വേണ്ടുന്നതല്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തെങ്കിലും വൈയായികകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ തന്നെ മാറ്റാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.